ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ ഇന്നു മുതൽ ശ്യാമവർണ്ണൻ എന്നൊരു പുസ്തകമാണ് വായിക്കുന്നത്. ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവദത്ത് പട്നായിക്, വിവർത്തനം ശ്രീലത എസ്, പബ്ലിഷേഴ്സ് DC ബുക്സ്. ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. നമുക്ക് ശ്യാമവർണ്ണൻ കേട്ടു തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അവതാരം. വ്യാസൻ ശുകനോട് പറഞ്ഞു, പരിമിതികൾ ഉള്ളവരെ അപരിമിതികൾ കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്നതിനു വേണ്ടി അതിരുകളില്ലാത്തവന് അതിരുകൾ ഉള്ളയിടത്തേക്ക് അവതരിക്കേണ്ടി വന്നു. ശ്യാമിനെക്കുറിച്ചുള്ള ഈ കഥകൾ നിന്നെ ആദരസമന്വിതമായ വിസ്മയം അനുഭവിപ്പിക്കുന്നതിന് ഇടയായി തീരട്ടെ. നാരായണൻ ഉറങ്ങുന്നു. പാലാഴി എന്ന വെണ്മയുടെ അതിരില്ലാത്ത വ്യാപ്തിയിൽ ആദി അനന്തശേഷൻ എന്ന സുവർണ സർപ്പം ഉയർന്നു പൊങ്ങിക്കിടക്കുന്നു. അവൻ്റെ അനേകം ഫണങ്ങളിൽ, അവൻ്റെ ചുറ്റുവളയങ്ങളിൽ സുരക്ഷിതമായി എന്നത്തെയും പോലെ മോഹിപ്പിക്കുന്ന കാഴ്ചയായി ഇരുണ്ട നിറക്കാരനായ നാരായണൻ ഉറങ്ങി. നാരായണൻ്റെ പൊക്കിളിൽ നിന്ന് ഒരു താമര ഉയർന്നു വന്നു. അത് വിടർന്നു. അതിൻ്റെ ഇതളുകൾക്കിടയിൽ ബ്രഹ്മാവിരുന്നു. അവൻ ഏകനായിരുന്നു. ഏകാന്തത തോന്നിയ അവൻ ഒരു കൂട്ടാഗ്രഹിച്ചു. വിശന്നപ്പോൾ ആഹാരം ആഗ്രഹിച്ചു. ഭയചകിതനായ അവൻ ഒരു അഭയകേന്ദ്രം ആഗ്രഹിച്ചു. ഈ അത്യാശകളിൽ നിന്ന് ലോകം ആവിർഭവിച്ചു. ബ്രഹ്മാവിൻ്റെ ചിന്തകൾ ചുരുണ്ടുകൂടി ഋഷിമാരായി രൂപാന്തരം പ്രാപിച്ചു. ബ്രഹ്മാവിൻ്റെ ഈ മാനസപുത്രർ തങ്ങളുടെ പിതാവിൻ്റെ ഏകാന്തതയും വിശപ്പും ഭീതിയും അകറ്റുന്നതിനുള്ള വഴികൾ ആലോചിച്ചു. അവർ തത്വചിന്തകർ, ഭക്ഷണാന്വേഷകർ, വേട്ടക്കാർ, മൃഗപാലകർ, യോദ്ധാക്കൾ, ശില്പികൾ, കച്ചവടക്കാർ, സേവകർ, അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്നു. അവരെല്ലാവരും കൂടി വനങ്ങൾ കൃഷിഭൂമിയാക്കി മാറ്റിയെടുത്തു. ആഹാരവും ആയുധങ്ങളുമായി കുടുംബങ്ങൾ ഒത്തുചേർന്ന് കഴിയുന്ന അധിവാസിത ദേശങ്ങൾ സ്ഥാപിച്ചു. പക്ഷേ പരസ്പര ബന്ധങ്ങളും സമൃദ്ധിയും സുരക്ഷയും ഉണ്ടായിരുന്നിട്ടും ഏകാന്തതയും വിശപ്പും ഭീതിയും വിട്ടൊഴിഞ്ഞു പോയതേയില്ല. നാരായണൻ ഉണരുന്നതിനും വിഷ്ണുവായി രൂപാന്തരം പ്രാപിക്കുന്നതിനും മനുഷ്യകുലത്തിന് അഭിവൃദ്ധി വരുത്തുന്നതിനായി ഭൂമിയിലേക്ക് അവതരിക്കുന്നതിനുമുള്ള സമയമായി. അവരുടെ മൃഗപ്രകൃതിക്ക് അപ്പുറത്തേക്ക് വളരുന്നതിനും മറ്റുള്ളവരുമായി തന്മയീഭാവം പ്രാപിക്കുന്നതിനും അങ്ങനെ ധർമ്മത്തിൽ ചരിക്കുന്നതിനും അവൻ അവരെ സഹായിക്കും. ആരായിരിക്കും അവനെ ഉണർത്തുക? അവനെ ഉണർത്തുക എന്നത് തങ്ങളുടെ ചുമതലയായി സനത് കുമാരന്മാരും ഭൃഗുവും ശുകനും ഒന്നിച്ച് ഏറ്റെടുത്തു. ഇതിനിടയ്ക്ക് കുറച്ച് ഭാഗം നോട്ട്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഓരോ പേജിലും അതുകൂടി വായിക്കാം. ദൈവം ശൂന്യമായ ലോകം സൃഷ്ടിച്ചതിനെപ്പറ്റി അബ്രഹാമിൻ്റെ പരമ്പരകൾ പ്രസ്താവിക്കുമ്പോൾ ഹിന്ദുമത പാരമ്പര്യപ്രകാരം സൃഷ്ടി എന്ന് പറയുന്നത് ഒരു അഗാധ നിദ്രയിൽ നിന്നുള്ള ഉണരലും അവസാനം സമ്പൂർണമായ അവബോധം നേടലുമാണ്. വിഷ്ണു പുരാണത്തിൽ ഇത് ആവിഷ്കരിക്കുന്നത് നാരായണൻ ഉണരുന്നതും ബ്രഹ്മാവിന് ജന്മം നൽകുന്നതും അവസാനം പരിമിതവും മരണമുള്ളതുമായ രൂപങ്ങളിൽ വിഷ്ണുവായി അവതാരങ്ങളെന്ന് അറിയപ്പെടുന്ന രീതിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതുമായിട്ടാണ്. തൈത്തിരീയോപനിഷത്ത് നമ്മളോട് പറയുന്നത് ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് എല്ലാ സജീവ വസ്തുക്കളും എന്ന തിരിച്ചറിവിലാണ് വേദചിന്തകളുടെ കാതൽ നിലകൊള്ളുന്നത് എന്നത്രേ. അതുകൊണ്ടാണ് ഭക്ഷണം ഞാനാണ്, ഭക്ഷണം കഴിക്കുന്നവനും ഞാനത്രേ എന്ന ഉപവാക്യം ഉണ്ടായത്. അഹം അന്നം അഹം അന്നദാ ബ്രക്കറ്റിൽ. കാടിൻ്റെ നിയമം എന്ന ആശയം ഭാഗവത പുരാണത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കൈകളുള്ളവർക്ക് അവ ഇല്ലാത്തവർ ഭക്ഷണമായി തീരുന്നു. അഹസ്ഥാനി സഹസ്ഥാനം.
കാലുകളില്ലാത്തവർ 4 കാലുകൾ ഉള്ളവർക്ക് അപദാനീകാദസ്പാദം ഭക്ഷണമാകുന്നു. കായബലമുള്ളവർക്ക് വേണ്ടിയാണ് ദുർബലർ നിലകൊള്ളുന്നത്. ബ്രാക്കറ്റിൽ ഫാൽഗുനി തത്ര മഹാത്മം. ജീവൻ ജീവനെ ആഹരിക്കുന്നു. ജീവോ ജീവസ്യ ജീവനം. ബ്രാക്കറ്റിൽ കാടിൻ്റെ ഈ നിയമം അട്ടിമറിക്കുന്നതിനും ശക്തർ അശക്തരെ സഹായിക്കുന്ന ധാർമ്മികത സ്ഥാപിക്കുന്നതിനും കഴിവുള്ളത് മനുഷ്യകുലത്തിൽപ്പെട്ട ജീവികൾക്കു മാത്രമാണ്. ഇനി നമ്മുടെ കഥയിലേക്ക് തന്നെ. സനത് കുമാരന്മാർ വിഷ്ണുവിനെ ഉണർത്തുന്നു. ബാലകരെ പോലെ തോന്നിപ്പിക്കുമെങ്കിലും ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ജീവികളേക്കാൾ വിവേകമുള്ളവരായ സനത് കുമാരന്മാർ വിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അനുവാദം തേടി. നിദ്രയിലായിരുന്ന വിഷ്ണുവിനെ ശല്യപ്പെടുത്താതിരിക്കുവാൻ വേണ്ടി വൈകുണ്ഠത്തിൽ പ്രവേശന കവാടത്തിൻ്റെ കാവൽക്കാരനായ ജയനും വിജയനും അവരെ കവാടത്തിൽ തടഞ്ഞു നിർത്തി. ഇത് 3 പ്രാവശ്യം സംഭവിച്ചു. കോപാകുലരായ സനത് കുമാരന്മാർ ജയനെയും വിജയനെയും ശപിച്ചു. നിങ്ങൾ വൈകുണ്ഠത്തിൽ നിന്നും ബഹുദൂരം അകലെ ജനിക്കട്ടെ. ആദ്യം അസുരന്മാർ, പിന്നീട് രാക്ഷസന്മാർ, അതും കഴിഞ്ഞ് മാനവർ എന്നിങ്ങനെ. പക്ഷേ ദ്വാരപാലകർ തങ്ങളുടെ ചുമതല നിർവഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവർ കരഞ്ഞു. പിന്നെ ഓരോരിക്കൽ വൈകുണ്ഠത്തിൽ നിന്ന് അകലെ ജനിക്കേണ്ടി വരുമ്പോഴും ഞങ്ങൾ ഹീനമായ പ്രവൃത്തികളിൽ ഏർപ്പെടും. അപ്പോഴൊക്കെ ഞങ്ങളുടെ പ്രഭു ഞങ്ങളെ നശ്വരമായ ജീവിതങ്ങളിൽ നിന്ന് വിമോചിതരാക്കും എന്ന് ആണയിട്ടു. ഈ ബഹളം കേട്ട് ഉണർന്ന നാരായണൻ ജയനെയും വിജയനെയും വൈകുണ്ഠത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് വാഗ്ദാനം നൽകി. സനത് കുമാരന്മാർ പുഞ്ചിരിച്ചു. കാരണം ഭൂമിയിൽ അവതരിക്കുന്നതിന് ഇനി വിഷ്ണു നിർബന്ധിതനാകും. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നീ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനു വേണ്ടി വരാഹ നരസിംഹങ്ങൾ എന്നതുപോലെ രാവണൻ, കുംഭകർണൻ എന്നീ രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിനായി രാമൻ എന്നതുപോലെ ശിശുപാലൻ, ദന്തവക്രൻ എന്നീ മാനവരെ നിഗ്രഹിക്കുന്നതിനായി ശ്യാം എന്നതുപോലെ. വിഷ്ണു സ്വയം സൃഷ്ടിക്കപ്പെട്ടവനത്രേ. സ്വയംഭു. അവനിൽ നിന്ന് ബ്രഹ്മൻ ജനിച്ചു. അതുകൊണ്ട് വിഷ്ണുവിനെ ആശ്രയിച്ചു കഴിയുന്നവൻ എന്ന നിലയ്ക്ക് ബ്രഹ്മൻ വിഷ്ണുവിനേക്കാൾ സ്ഥാനം കുറഞ്ഞ ദൈവമാണ്. ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ ആദ്യം മനസ്സിൽ നിന്ന് ജനിച്ചവരാണ്, മാനസപുത്രർ. പിന്നീട് അവർ ഭൗതിക ലോകവുമായി ബന്ധം വെച്ച് ലൈംഗികമായി വംശവർധന നടത്തി. ഗർഭപാത്രത്തിൽ ജനിച്ചവരാകയാൽ യോനിജർ. അവർക്ക് ഭൗതിക കാര്യങ്ങളോട് കൂടുതൽ ആഗ്രഹവും ഒപ്പം തന്നെ മരണത്തെക്കുറിച്ചുള്ള ഭയവും അനുഭവപ്പെടുകയും ചെയ്യുന്നു. സ്വയം സൃഷ്ടിയിൽ നിന്ന്, മാനസപുത്രരിൽ നിന്ന്, ഗർഭപാത്രത്തിലൂടെ ജനിച്ചവരിലേക്ക്, മാനസികത്തിൽ നിന്ന് ശാരീരികത്തിലേക്ക്, അനശ്വരതയിൽ നിന്ന് നശ്വരതയിലേക്ക് ഒരു നിരന്തര ഗതിമാറ്റം നമുക്ക് ദർശിക്കുവാനാകുന്നുണ്ട്. ഏറ്റവും പ്രാരംഭകാലത്തുള്ള പ്രകൃതം കൊണ്ടു തന്നെ അലിംഗത്വമുള്ള ലിംഗഭേദമില്ലാതെ സൃഷ്ടികളുടെ വകഭേദമായിട്ടാണ് 4 സനത് കുമാരന്മാരും പരാമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബാലകരായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. വിഷ്ണു ക്ഷേത്രങ്ങളിൽ ജയനെയും വിജയനെയും വിഷ്ണുവിൻ്റെ തന്നെ പകർപ്പുകളായി സങ്കല്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക് ദംഷ്ട്രകളുണ്ട്. അതിൻ്റെ അർത്ഥം അവരാണ് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നത് എന്നത്രേ. തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ അവരെ ഉയർത്തിപ്പിടിച്ച ഒരു വിരലോടെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ തങ്ങൾക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് സന്ദർശകർക്ക് താക്കീത് നൽകുന്ന വിധത്തിൽ. ചില പുനരാഖ്യാനങ്ങളിൽ ജയനും വിജയനും പരശുരാമൻ്റെ രൂപത്തിലുള്ള വിഷ്ണു നിഗ്രഹിച്ച കാർത്താവീര്യാർജുനൻ, കൃഷ്ണൻ്റെ രൂപത്തിൽ വിഷ്ണു നിഗ്രഹിച്ച കംസൻ, ജരാസന്ധൻ, നരകൻ, ബാണൻ എന്നിവരായും കാണപ്പെടുന്നു. ഭാഗവത പാരമ്പര്യത്തിൻ്റെ താത്പര്യമുണർത്തുന്ന ഒരു വശം പ്രതിലോമ ഭക്തി, വിപരീത ഭക്തി അഥവാ വൈരാഗ്യത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഭക്തി, ദ്വേഷഭക്തിയാണ്.
ഇത് കൃഷ്ണൻ്റെ എല്ലാ ശത്രുക്കളെയും അവൻ്റെ ഭക്തരായി തന്നെ കാണുന്ന രീതിയാണ്. കാരണം വൈരാഗ്യത്തോടെയെങ്കിലും അവരും കൃഷ്ണൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് നാമജപം ഇരിക്കുന്നു. അതിനാൽ ഹിരണ്യകശിപുവും രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ എന്നിവർ എല്ലാവരും തങ്ങളുടെ ഹീനപ്രവൃത്തികളിലൂടെയാണെങ്കിലും സദാസമയവും വിഷ്ണുവിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നതിലൂടെ തങ്ങളുടെ ഭക്തി വെളിപ്പെടുത്തുന്ന ഭക്തരത്രേ. അസുരന്മാർ ഭൂമിക്കടിയിലുള്ള പാതാളത്തിൽ വസിക്കുന്നവരാണ്. രാക്ഷസന്മാർ വനാന്തരങ്ങളിൽ ജീവിക്കുന്നു. അവർ കാടിൻ്റെ നിയമം അനുവർത്തിക്കുകയും ചെയ്യുന്നു. കാടുകൾ പരിഷ്കരിച്ചെടുത്ത് സൃഷ്ടിച്ച ആവാസസ്ഥാനങ്ങളിൽ മൃഗതൃഷ്ണകൾ അതിജീവിച്ചു. വേദങ്ങളാൽ പ്രചോദിതരായി ഋഷിമാരുടെ മാർഗോപദേശപ്രകാരം മാനവർ ജീവിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. താങ്ക് യു.